അടുത്ത ദിവസം രാവിലെ വിഷമത്തിന്റെ ദിവസം തന്നെ ആയി. മിങ്കി ഗോറയുടെ 2 മക്കൾ തണുപ്പ് കാരണം മരിച്ചുപോയി. അവൾ ആ ശവശരീരത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുകയായിരുന്നു. ഞാൻ എന്ത് ഭാഗ്യമില്ലാത്ത അമ്മയാണ്. എന്റെ 2 മക്കൾ എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചു പോയല്ലോ. എന്റെ ഭഗവാനെ, ഈ തണുപ്പൊന്നും മാറ്റിത്താ. ഇല്ലേ, ഞങ്ങക്ക് ശക്തിതാ. ഈ തണുപ്പ് സഹിക്കാനുള്ള ശക്തി. കൊക്കിനെല്ലാവരുടെ വിഷമം കണ്ടപ്പോ ആകെപ്പാടെ ചിന്തയിലായി. പക്ഷെ അവൻ എന്തു ചെയ്യാൻ കഴിയും? ഐസിന്റെ മഴ കൂടാൻ തുടങ്ങിയവിടെ. രാവിലെ തൊട്ട് രാത്രിയാവാൻ പോണു. ഐസ് മഴ ഇതുവരെ തീർന്നില്ല. 24 മണിക്കൂറും ഐസ് മഴ തന്നെ അവിടെ. തണുപ്പ് അവിടെ കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷികൾ മാത്രമല്ല, അവിടെ മൃഗങ്ങളും മരിക്കാൻ തുടങ്ങി. കാട്ടിലെ 2 മുയലും 1 മാനും തണുപ്പ് കാരണം മരിച്ചു വീണു. എല്ലാ മൃഗങ്ങൾക്കും നല്ല വിഷമമായി. നിങ്ങളെല്ലാവരും എന്നെ സഹായിച്ചു, എന്നെ നന്നായി പരിചരിച്ചു. പക്ഷേ എനിക്ക് നിങ്ങളെ തിരിച്ച് സഹായിക്കാനായില്ല. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. അപ്പോഴേക്ക് എല്ലാ മൃഗങ്ങളും അവനെ നോക്കി ഞെട്ടലോടെ തന്നെ നിന്നു. രാമു ആന പറഞ്ഞു, അതെ അതെ കൊക്കേ, ഈ സംഭവിക്കുന്നതിനെല്ലാം കാരണം പ്രകൃതിയാണ്. ഇതിൽ നമ്മൾ പരസ്പരം എന്തു ചെയ്യാനാ? നീ ഇതിനെക്കുറിച്ച് വിഷമിക്കാതിരിക്കൂ. എനിക്കറിയാം, പക്ഷേ എന്നിട്ടും എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഈ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടായിരിക്കും.